ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചപ്പാത്തി കറിയാണ് കേട്ടോ. ഇത് പച്ച ഗ്രീൻ പീസ് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് പല കളറിൽ കിട്ടും. നല്ല പച്ച കളർ ഉണ്ടാവും, ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ടാവും. ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. നല്ല രസമില്ലേ ഇത് കാണാൻ, അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുക്കണം. ഇനി കുറച്ച് വേറെ വെജിറ്റബിൾസും കൂടെ എടുക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് ബ്രൊക്കോളി നന്നായിട്ട് കഴുകി തിളപ്പിച്ച് എടുത്തതാണ്, കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കുറച്ച് സോയ ചങ്ക്സ് വെള്ളത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു വലിയ സവോള നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാല, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പച്ച മണം എല്ലാം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോളയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. സവോളയൊക്കെ കൂടുതൽ എടുക്കുമ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. സവോള നന്നായി വഴറ്റിയെടുത്ത സമയത്ത് നമുക്കൊരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടൊമാറ്റോ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ സമയത്ത് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അത് കഴുകി വെച്ചതാണ് കേട്ടോ. ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇടേണ്ടത് ബ്രൊക്കോളിയും സോയ ചങ്ക്സുമാണ്. ബ്രൊക്കോളി ഓൾറെഡി ബോയിൽ ചെയ്തതാണ്, എന്നാലും അതും ഇട്ട് ഈ മസാലയൊക്കെ പിടിക്കണമല്ലോ, അതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരുന്നു. ഇനി നമുക്കിടേണ്ടത് സോയ ചങ്ക്സ് ആണ്. സോയ ചങ്ക്സും കൂടെ ഇട്ട് ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ടൊരു അര ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ കഴിക്കാനും. ഇനി ഞാൻ ഇതിൽ ഒരു അര ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ടാണ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതിയാകും. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്